ഹലോ ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കെല്ലാവർക്കും ലേഡീസിന് സ്പെഷ്യലി വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഇനി ജെൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവർ ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ച് വളർന്ന ആളാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും. പക്ഷേ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഒരുവിധം വൃത്തിയാക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, വൃത്തിയായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും 2 ദിവസം കഴിഞ്ഞാൽ വീട് പഴയ പോലെ തലകുത്തി മറിഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പം നമ്മൾ തന്നെ ആയിരിക്കും എടുത്ത സാധനം നമ്മൾ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാലും എടുത്ത സാധനം അവിടെയൊക്കെ കുറച്ച് ഇട്ട് വെക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരായിരിക്കും, പ്രത്യേകിച്ച് ഹസ്ബൻഡ്, കുട്ടി, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. ആൺകുട്ടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എൻ്റെ സ്ഥിതി അതാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ഹസ്ബൻഡിനെയും മോനെയും പുറത്താക്കുക എന്നുള്ളതാണ് ആ ഒരു പോംവഴി. അപ്പോൾ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടെ കിച്ചൺ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ കുപ്പി പാട്ട സാധനങ്ങളൊക്കെ എനിക്ക് വെച്ചത് ആ വെച്ച സ്ഥലത്ത് കിട്ടണം എന്നുള്ളത് നിർബന്ധമുള്ള ആളാണ്. ഇനി അരിഫ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അരിഫാണ് കുക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി വെച്ചെടുത്ത് ഉപ്പും പാട്ട വെച്ചെടുത്ത് മുളക് പൊടിയും അങ്ങനെ ഫുള്ളും തല തിരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണ് നല്ല അടിപൊളിയാക്കി വീണ്ടും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കിച്ചൺ ടൂർ, ഹോം ടൂറല്ല, കിച്ചൺ ടൂറും അതേപോലെ റൂമിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ മനോഹരമായ കിച്ചൺ. ആകെ അലങ്കോലായി കിടക്കുകയാണ്, ഒക്കെ മാറ്റാനുണ്ട്, ഒക്കെ വൃത്തിയാക്കിയും പിടിക്കുകയൊക്കെ വേണം. വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ചുറ്റിലും വേസ്റ്റ് ഇടുമ്പം തെറിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കേടായിട്ടുണ്ട്. പിന്നെ ഇതുമൊക്കെ എടുത്ത് അതുപോലെ തന്നെ പെട്ടെന്ന് വെക്കുന്ന കാരണം ഒക്കെ അലങ്കോലായി കിടക്കുകയാണ്, ഒക്കെ വൃത്തിയാക്കാനുണ്ട്. ഇതൊക്കെ വൃത്തിയാക്കണമെന്ന് വെച്ചാൽ കുറേ ദിവസമായി ഇതേപോലെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയ്യെത്തും ദൂരത്ത് വേണം, എല്ലാം പെട്ടെന്ന് കണ്ണുപൂട്ടി എടുക്കാൻ പറ്റുന്ന വിധത്തിൽ വേണം എന്നൊക്കെയാണ്. പക്ഷേ ഇത് മൊത്തം അവിടെ ഇവിടെയൊക്കെയാണ്, ഞാൻ വെച്ച സ്ഥലത്തൊന്നും അല്ല ഉള്ളത്. ഫ്രിഡ്ജും അതേപോലെ തന്നെയാണ്, ഫ്രിഡ്ജും എല്ലാം അവിടെ ഇവിടെയൊക്കെ വെച്ച് ആകെ അലങ്കോലായി കിടക്കുകയാണ്. സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഫ്രിഡ്ജിൽ. ഇതിപ്പോൾ കുടിക്കാം. ഫ്രിഡ്ജിൻ്റെ കാര്യം പിന്നെ പറയാം. ചായ ഗ്ലാസ് വരെ കളറൊക്കെ മാറി, ഇതുണ്ടോ ഓയിലൊക്കെ തെറിച്ചിട്ട്. ഇതുണ്ടോ, കടുക് വരെ മുളക്കാൻ വേണ്ടി തുടങ്ങി എൻ്റെ കിച്ചണിൽ. കണ്ടോ, കടുക് ഒരു പാറ്റ പോകുന്നുണ്ടോ. ഇവനെ തുരത്താനാണ് ഇനിയുള്ള ശ്രമം. ഞാൻ എന്താ ചെയ്യാമെന്നറിയാം. ഇവനെ തുരത്താൻ വേണ്ടിയിട്ട് എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഇട്ട്, ഇതാണ് പോർട്ടബിൾ വാക്യൂം ക്ലീനർ. കാറ് വൃത്തിയാക്കാൻ വാങ്ങിയതാണെങ്കിലും ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കൂറനെ, അതായത് പാറ്റനെ തുരത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവനിവിടെ എൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട്. ഇവിടെ കണ്ടോ. ഞാൻ ലോയലാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യൽ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഡേ ടു ഡേയിൽ 1 to 10 കിട്ടും. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും വൃത്തിയാക്കാറ്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കിച്ചണിൽ നിന്ന്. ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വീട് മാറുന്ന പോലെയാണ്, ഷിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ സെൻട്രൽ ഹാളിലാണ് ഒതുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പുറത്ത് ഇനിയും വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ മൊത്തം ഉള്ളത്. കണ്ടോ, എൻ്റെ സെൻട്രൽ ഹാളിൽ മൊത്തം സാധനങ്ങളായി നിറഞ്ഞു കിടക്കുകയാണ്. എൻ്റെ കിച്ചണിലുള്ള സാധനങ്ങളാണ് ഇത് മൊത്തം. പാറ്റനെ തുരത്താനുള്ള ജെല്ല് ഇവിടെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ തേച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ തേച്ചിട്ടുണ്ട്. നമുക്ക് പാറ്റനെ തുരത്താനുള്ള ജെല്ല് വെച്ചിട്ട് പാറ്റ പോവോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലല്ല, എല്ലാം പുറത്താണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. കിച്ചണിൻ്റെ ഈ ഫാനൊക്കെ നല്ലപോലെ വൃത്തിയാക്കി വെച്ചു. ഞാൻ ലോയൽ എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൂ ആ ലിക്വിഡാണ്. ഇത് ആരിഫിനെ എഴുതി വെച്ചതാട്ടോ, ഞാൻ കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയിട്ട്. ഇതൊക്കെ നല്ല അടിപൊളിയായി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കയ്യെത്തും ദൂരത്താണ് എല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാത്തിൻ്റെ മുകളിൽ ഞാൻ പേരെഴുതി വെക്കുന്ന ശീലം എനിക്കുണ്ട്. അതേപോലെ തന്നെ ഗ്യാസ് നല്ല കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രിഡ്ജും നല്ല അടിപൊളിയായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതെത്ര ദിവസത്തേക്കാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ കുറേ സ്ഥലം ബാക്കിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഞാൻ ഇവിടെയും സെറ്റ് ചെയ്തു.
ഇത് പിന്നെ ഞാൻ മുഖം കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളമാണ്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ അല്ല, ഡോണ്ട് ഡ്രിങ്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചില്ലി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പാത്രം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടാബിള്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ വർക്കൊക്കെ ചെയ്യുന്നത്. ഇത് മൊത്തം അലങ്കോലായി കിടക്കുകയായിരുന്നു. അതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി വെച്ചു. ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എൻ്റെ കവിതേൻ്റെയും ഒക്കെ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആരിഫിനും എനിക്കും കിട്ടിയ 2 സമ്മാനങ്ങൾ. പിന്നെ എൻ്റെ പെന്ന് പെൻസിൽ സാധനങ്ങൾ. ഇത് ഞാൻ വിശക്കുമ്പോൾ തിന്നുന്നതാണ്. ബദാമും പിന്നെ ഇതൊക്കെ ഇത് തീർന്നു. പിന്നെ ഇവിടെ ഒരു റിമൈൻഡർ പാഡ് ഉണ്ട്. ഇവിടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. അതേപോലെ ഇവിടെ പ്രിൻ്റർ ഉണ്ട്. ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെയാണ് നിസ്കാരപ്പാടും അതും ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ എൻ്റെ ഡ്രോയിങ് ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡ്രോ ഒക്കെ ഇപ്പോൾ വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ചതാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെയൊന്നും ഉണ്ടാവില്ല കാണാൻ. പിന്നെ ഇത് അലമാരൻ്റെ ഷെൽഫാണ്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നതായിരുന്നു. ഇതൊക്കെ വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 സ്മൈലി ഒട്ടിച്ചിട്ട് എൻ്റെ പിന്നും സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ, ഹസ്ബൻഡിനെയും മോനെയും പുറത്താക്കുന്ന കാര്യം. അടുത്ത പ്രാവശ്യം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ റഫീന ആരിഫ്. ബൈ.